നാം എത്ര ഭാഗ്യം ചെയ്തവരാണ് അല്ലേ? അതേ പ്രഭു. സദാ ശിവഭക്തിയിൽ ലയിച്ചിരിക്കുന്ന ഒരു സത്പുത്രനെയാണല്ലോ നമുക്ക് ലഭിച്ചത്. എവിടെ എന്റെ മാർക്കണ്ഡേയൻ? പുത്ര പുത്ര മാർക്കണ്ഡേയ. ശിവപാദം അനുനിമിഷം ഹരസ്മരണം. ശരണം ശിവപാദം അനുനിമിഷം ഹരസ്മരണം. ശരണം ശിവപാദം അനുനിമിഷം ഹരസ്മരണം. ശരണം ശിവപാദം അനുനിമിഷം ഹരസ്മരണം. ശിവപാർവതി ദർശനഭാഗ്യം ശിശുവിനുമോഹം മനുമാത്രം. ശിവപാർവതി ദർശനഭാഗ്യം ശിശുവിനുമോഹം മനുമാത്രം. ശരണം ശിവപാദം അനുനിമിഷം ഹരസ്മരണം. കോകിലമേ പാടൂ കൈലാസവാസന്റെ തിരുനാമം. മാമയിലേ പോകൂ മലൈമകൾക്കൊരു മല കൊണ്ടുവരൂ. ശരണം ശിവപാദം അനുനിമിഷം ഹരസ്മരണം. പുത്ര മാർക്കണ്ഡേയ, ഇനിയും കേൾക്കാനായി അമ്മേ പറയൂ ഹരനുടെ പുണ്യകഥ. മകനെ, അഭീഷ്ടസിദ്ധിരസ്തു. കേട്ടുകുളിർക്കാനായി താരാ പാടൂ പഞ്ചാക്ഷരനാമം. ശരണം ശിവപാദം അനുനിമിഷം ഹരസ്മരണം. ശരണം ശിവപാദം അനുനിമിഷം ഹരസ്മരണം. ബാലക, ആദിത്യകോപത്താൽ വലഞ്ഞിരിക്കുന്ന ഈ സാധുവിനൽപ്പം ജലമേകിയാലും. പ്രണാമം മാതേ. അല്പം ക്ഷമിക്കൂ, അടിയൻ ഇതായെത്തിക്കഴിഞ്ഞു. ഈ ശിലയിൽ ഭസ്മം പൂശി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് എന്തിനാണ് മുനികുമാര? അമ്മേ, ഇത് വെറും ഒരു ശിലയല്ല, ഭഗവാൻ പരമേശ്വരന്റെ മഹാലിംഗ പ്രതിഷ്ഠയാണ്. ഭസ്മം അലങ്കാരവും പൂക്കൾ പൂജാദ്രവ്യങ്ങളുമാണ്. കഷ്ടം തന്നെ കുമാര. ഞാൻ എന്തായി ഈ കേൾക്കുന്നത്? തിരിയില്ലാത്ത ബാലകൻ ലിംഗപൂജയിൽ ഏർപ്പെടുകയോ? അങ്ങേയറ്റം മോശമല്ലേ അത്? ദേവി, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടത്തിൽ സർവചരാചര ജീവാത്മാവിനും ആധാരമാകുന്നത് അചഞ്ചലമായ ഈ പരമാത്മലിംഗമാണ്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. വാത്സല്യനിധിയായ വാമദേവന്റെ പഞ്ചാക്ഷര മന്ത്രശക്തി കണ്ടില്ലേ മാതേ? പാർവതിയും മോശമൊന്നുമല്ല. എന്താ ദേവി? അല്ല ഉണ്ണി, ഞാൻ ഉൾക്കൊള്ളിയായിരുന്നു. സർപ്പാഭരണനായ സാംബശിവൻ ദർശനമേകുന്ന വേളയിൽ ചിലപ്പോൾ നിനക്ക് സർപ്പദംശനമേറ്റാൽ ഈ തങ്കക്കുടത്തിന് മൃത്യു പോലും സംഭവിക്കാം. അതുകൊണ്ട് ശിവപൂജ നീ ഉപേക്ഷിക്കുകയല്ലേ നല്ലത്? ഒരിക്കലുമില്ലതായി. കാളകൂട വിഷമുണ്ട നീലകണ്ഠ മഹാപ്രഭുവിന്റെ ദാസനായ എന്നിൽ
വർഷം ചൊരിയുക മാത്രമേയുള്ളൂ. ശരി, 14 ലോകവും ചുട്ടിരിക്കാൻ തക്ക ഘോരമായ അഗ്നിയാണ് ആ മഹാപ്രഭുവിന്റെ മൂന്നാം കണ്ണിൽ. ആ കണ്ണൊന്ന് തുറന്നാൽ പിന്നെ നിന്റെ കാര്യം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ മകനെ. അടിയന് പോലും ഇല്ലാത്ത ഭയമാണല്ലോ ദേവിക്ക്. സംശയം ലവലേശം വേണ്ട. കനിവിന്റെ കടലായ തൃക്കണ്ണൻ ഈ ദാസനെ കാരുണ്യ കണ്ണോട് മാത്രമേ കാണൂ. ശിവൻ ഒരു മായാവിയാണ്. കേട്ടതും കണ്ടതുമെല്ലാം നുണയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ മറുപടി എന്താണ് ബാലക? മറുപടിയേകാനും തർക്കിച്ച് ജയിക്കാനും അടിയനില്ല മാതേ. ശിവപൂജയ്ക്കുള്ള സമയമാണിത്. ദയവായി തടസ്സം നിൽക്കരുതേ. ഇനി മുതൽ നീ ശിവപൂജ ചെയ്യണ്ട എന്നതാണ് എന്റെ തീരുമാനം. അതിനുള്ള മറുപടി ഭഗവാനേകട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. നാരായണ നാരായണ നാരായണ. സാക്ഷാത് പാർവതീദേവി പോലും ബാലന്റെ ഭക്തി പരീക്ഷിക്കാനെത്തി തോറ്റു നിൽക്കുകയാണല്ലോ. ബാലനെതിരെ കോപം കൊള്ളാത്തത് എന്തേ അമ്മേ? സർവവും നശിപ്പിക്കുവാനുള്ള ശക്തി ജഗദീശ്വരിക്കും ഉള്ളതല്ലേ? തെറ്റി നാരദരെ. ശിവഭക്തിയിൽ ലയിച്ചിരിക്കുന്ന ഭക്തരെ സ്പർശിക്കാനുള്ള ശക്തി എനിക്കെന്നല്ല, ബ്രഹ്മാണ്ടത്തിൽ ആർക്കും തന്നെയില്ല. ബാലനെ നന്മ മാത്രം ഭവിക്കട്ടെ. ഓം നമഃ ശിവായ. കാൽതുകിയാടിടുമീശായം കനവിലുമാടിടുമീശാ കൈലാസമാമലയോളം എൻ കൈപിടിച്ചങ്ങു നടത്തും വിഷ്ണു ഭഗവാന്റെ താളം. തച്ചം തകടം തകടം തകജം തകടം തകടം കടജം തകടം തകടം തകജം തകടം
ഒരു ദുഃഖവുമില്ലെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാത്തതല്ലോ. ഇല്ല പുത്ര, ഇല്ല. മഹേശ്വരൻ തന്നെ തന്ന ദുഃഖം നാം മറ്റാരോട് മാറ്റിത്തരുവാൻ പറയുവാനാണ്. മഹേശ്വരൻ തന്ന ദുഃഖമോ? അതേ മകനെ, നീ മഹേശ്വരാനുഗ്രഹത്താൽ ലഭിച്ച നിധിയാണെന്ന് നിനക്കറിയാത്തതല്ലോ. വരം തരുമ്പോൾ തന്നെ മഹേശ്വരൻ നിന്റെ ആയുസ് കൂടി അരുൾ ചെയ്തിരുന്നു. ഓമന മകനെ, നിന്റെ ആയുസ് ഇന്നോടെ തീരുകയാണ്. ഞങ്ങൾക്കിത് സഹിക്കാനാകുന്നില്ല. ഇല്ല അച്ഛ, സമാധാനപ്പെടും. മഹേശ്വരൻ കാരണമില്ലാതെ ഒരു കാര്യവും അരുൾ ചെയ്യില്ല. ശിവനാമത്തെ വെല്ലാൻ കാലപാശത്തിനെന്നല്ല, ശിവഭഗവാന് പോലും സാധ്യമല്ല. അതല്ല കൈലാസനാഥന്റെ ഇച്ഛ മറിച്ചാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇത് ശിവപൂജയ്ക്കുള്ള ഉത്തമ സമയമായി ഞാൻ കണക്കാക്കുന്നു. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം യമധർമ്മൻ വിജയിക്കട്ടെ, യമധർമ്മൻ വിജയിക്കട്ടെ, യമധർമ്മൻ വിജയിക്കട്ടെ, യമധർമ്മൻ വിജയിക്കട്ടെ. തത്തച്ഛൻ 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 യമധർമ്മരാജൻ വിജയിച്ചാലും വന്നാലും മഹർഷി, ത്രൈലോക്യ സഞ്ചാരിയായ അങ്ങ് യമലോക സന്ദർശനം നടത്തുക എന്നത് അപൂർവമാണല്ലോ. പ്രത്യേക കാരണമെന്തെങ്കിലും? അങ്ങനെ പ്രത്യേകമായൊന്നുമില്ല യമരാജ. മഹാപരാക്രമശാലിയും നിത്യവിജയശീലനും സദ്ഗുണങ്ങളുടെ മൂർത്തിമത് ഭാവവും സർവോപരി സുന്ദരനുമായ അങ്ങയെ പോലുള്ള ദിവ്യ തേജസ്സിനെ മുഖം കാണിക്കുക എന്നത് തന്നെ സുഹൃതം. നാരായണ നാരായണ. ആഹാ, ആ പറഞ്ഞത് സത്യം തന്നെ. പക്ഷേ മൃത്യുദേവ, ഭൗമനിവാസികൾക്കൊന്നും പണ്ടത്തെ പോലെ മരണഭയമില്ല എന്നാണ് സഞ്ചാരത്തിൽ അറിയാൻ കഴിഞ്ഞത്. മരണഭയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മരണം സംഭവിക്കുക തന്നെ ചെയ്യും മഹർഷി. അത് ശരി തന്നെ. പക്ഷേ മരണഭയമില്ലാതാകുമ്പോൾ മരണദേവ
അങ്ങയോടുള്ള ഭയവും ഭക്തിയും കുറഞ്ഞ് അങ്ങയെ പുച്ഛത്തോടെ നോക്കിക്കാണുകയും പരിഹാസം ചൊരിയുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ നാരദൻ അല്പം മനക്ലേശമുണ്ടായി. നാരദരെ, അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നത്? നാം കഴിവുകെട്ടവനാണെന്നാണോ? നാരായണ നാരായണ നാരായണ, അല്ല, അങ്ങനെ നാരദൻ ഉദ്ദേശിച്ചില്ല. ചിലരങ്ങനെ പറഞ്ഞു കേട്ടു, അത്രമാത്രം. ആരാണ് അങ്ങനെ പറഞ്ഞത്? യമധർമ്മരാജൻ വിജയിച്ചാൽ എന്റെ കിങ്കരന്മാരുടെ മുഖത്ത് ഇത്ര വൈഷമ്യം? കാര്യമുണർത്തിച്ചാലും ഇതുതന്നെ ഇത്തിരിയില്ലാത്ത ആ ബാലകന്റെ അടുത്ത് പോലും യമകിങ്കരന്മാർ തോറ്റു പിൻവാങ്ങുന്നു. ഇങ്ങനെയുള്ള അവസരത്തിൽ അങ്ങേക്ക് പേരുദോഷം വന്നതിന് മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമുണ്ടോ? അവരുടെ കാവല്ലാരട ഉടനടി ഞാൻ അത് തടയും, മടിയാതെ നീ ചൊല്ലടാ. കാണാൻ രൂപമില്ല, കേൾക്കാൻ നാദമില്ല, കാവൽ നിൽപ്പവനെ അറിയുന്നില്ല. കാലാതീതമായ ശക്തിയാണത്, കാര്യം സത്യമായത്. കാലാതീതമായ ശക്തി, മൃത്യുവെ വെല്ലുന്ന സത്യം. വിധികളെ നിങ്ങൾ അറിയൂ, കാലനാണെന്ന് കണ്ടറിയൂ, കാലനാണെന്ന് കണ്ടറിയൂ. ഈ കാലൻ ആരാണെന്ന് കണ്ടറിയൂ. ഇവിടെ നിന്ന് തുള്ളിയിട്ട് ഒരു കാര്യവുമില്ല. പറ്റുമെങ്കിൽ ആ ബാലനെ യമപുരിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് നോക്ക്. നാരദ, ഇനി അവന്റെ മൃത്യുവിന് ശേഷം മാത്രം സംസാരം. കലിതുള്ളി പോകുന്നു കാലൻ. അപ്പുറത്ത് സാക്ഷാത് കൈലാസനാഥൻ. ഈ നാടകത്തിൽ നാരദന് അല്പമെങ്കിലും ഒരു മനസ്സുഖം കിട്ടിയത് ഇപ്പോഴാണ്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഹേ ബാലക, ഭൂമിയിൽ ജീവിക്കാനുള്ള നിന്റെ കാലം മുൻപേ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും മൃത്യുവിനോട് എതിരിടാതെ കാലവാസത്തിന് കീഴടങ്ങും. വന്ദനം ധർമ്മരാജ. ഞാൻ ശിവപൂജ തുടർന്നുകൊണ്ടിരിക്കുന്നു. ശങ്കരപൂജ അവസാനിപ്പിക്കാതെ എങ്ങോട്ടും വരുവാൻ എനിക്കാകില്ല. അഹങ്കാരിയായ അല്പായുസി യമധർമ്മരാജൻ നേരിട്ടെഴുന്നള്ളിയിട്ടും നിനക്ക് ലേശം ഭയമില്ലെന്നോ? സംഹാരമൂർത്തിയായ സാക്ഷാൽ പരമേശ്വരന്റെ ദാസനായ ഞാൻ മറ്റാരെയെങ്കിലും ഭയപ്പെടേണ്ടതുണ്ടോ ദേവാ? ഓഹോ, ശിവനുടെ ബലത്തിലാണ് നിന്റെ ഹുങ്ക് അല്ലേ? എടോ ബുദ്ധിഹീന, ശിവനെന്നല്ല മുമ്മൂർത്തികളും ഒന്നിച്ചു നിന്നാൽ പോലും ബ്രഹ്മാണ്ടത്തിന്റെ മൂലകാരണമായ ജനന മരണ സത്യത്തിനെ തകർക്കാൻ ആവില്ല എന്നറിയുക. മഹാപ്രഭു, ഈ ബ്രഹ്മാണ്ടം പോലും നിശ്ചലമാക്കുവാനും വേണമെങ്കിൽ
മൃത്യോർമോക്ഷീയമാ